CPM-ന്റെ കൊൽക്കത്ത പ്ലീനത്തിന്റെ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി വിളിച്ചു ചേർത്ത CPM PB യോഗത്തിൽ ഇതിനാവശ്യമായ രൂപരേഖ തയ്യാറാക്കും. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് തീരുമാനങ്ങൾ നടപ്പാക്കാൻ കാലതാമസം നേരിട്ടിട്ടുണ്ട്. മറ്റു കാരണങ്ങളാൽ നടപടികൾ നീണ്ടുപോയ സംസ്ഥാനങ്ങളുമുണ്ട്. ഇതിനു പുറമെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികളും മറ്റു സംഘടനാ കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. നവ ഉദാരവൽക്കരണ നയത്തിന്റെ വക്താവായ ഗീതാ ഗോപിനാഥിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ച വിഷയവും PB-യിൽ ചർച്ചയാവുമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ CPM കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. നിയമനം വിവാദമായ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് വിശദാംശങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനു പുറമെ ഗീതാ ഗോപിനാഥിന്റെ നിലപാടുകൾ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും ദുരൂഹമായ ഈ നിയമനത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്നും കാണിച്ച് VS അച്യുതാനന്ദൻ കത്ത് നൽകിയിട്ടുണ്ട്. നിയമനം ഉപദേഷ്ടാവ് പദവിയിലാണെങ്കിലും വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും മറ്റുമായി ബന്ധം പുലർത്തുന്നതിന് സഹായകമാവാനാണ് ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതെന്ന വിശദീകരണമായിരിക്കും പിണറായി വിജയനും സംസ്ഥാന നേതൃത്വവും PB യോഗത്തിൽ നടത്തുക. ഗീതാ ഗോപിനാഥിനെ മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു. TK ഹരീഷ്, മീഡിയ 1, ഡൽഹി.